ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റഡി വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനുണ്ടല്ലോ കുഞ്ഞുറങ്ങിയ ശേഷം ഒരു 11:30 ആയപ്പോൾ പഠിക്കാനിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മാത്രം പഠിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ PYQs ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് PYQs എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, മുന്നേ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കഴിഞ്ഞ എക്സാമുകളുടെയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വച്ചിട്ടുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് കുറച്ചൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊന്നും മൈൻഡാക്കാതെ എനിക്കിപ്പോൾ നോക്കുമ്പോൾ ഏതാണ് ശരിയെന്ന് തോന്നുന്ന അതനുസരിച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് അങ്ങനെ PYQs നോക്കിയിട്ടോ. അപ്പം അത് കൂടാതെ നമുക്ക് PYQസിൻ്റെ PDF-കളൊക്കെ ടെലിഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബാക്കി നോക്കണം എന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തൊഴിൽ വീതിയിലും അതേപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. മോക്ക് ടെക്സ്റ്റുകളുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെയാണ് ട്രൈ ചെയ്യണം. അപ്പം ഞാൻ ആദ്യം എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സെക്ഷൻ വരുന്നത് മെയ് 2-നാണല്ലോ. അപ്പം എൻ്റെ ടോപ്പിക്സുകളൊക്കെ ഒരുപാട് എനിക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു ജൂണിലൊക്കെ കിട്ടിയാൽ മതി എന്നാണ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എനിക്ക് കിട്ടിയാൽ മതി എന്നാണല്ലോ എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ ആഗ്രഹം പോലെ ആയിരിക്കില്ലല്ലോ എക്സാം വരുന്നത്. പക്ഷെ എന്തായാലും എനിക്കൊരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഇനി എങ്ങനെയൊക്കെ കവർ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനൊരു ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പഠിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ചില ദിവസങ്ങളിൽ ഭയങ്കര ടയേർഡായിട്ടൊന്ന് ഉറങ്ങിപ്പോകും. അപ്പം ഞാൻ എന്തായാലും ഇനി തൊട്ട് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ല കേട്ടോ. മോൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളെനിക്കിങ്ങനെ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. മൈൻഡും ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി. പിന്നെ ഫിസിക്കലി നമ്മൾ ഒരുപാട് ടയേർഡാകും. അപ്പോൾ പഠിക്കാനായിട്ടുള്ളൊരു ടൈം സംഭവം വരുന്നില്ല. നിങ്ങളും സിംഗിൾ ആയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും എനിക്കിപ്പോൾ കിട്ടുന്ന ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം നമുക്ക് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് അതിന് നമ്മളെ അനുവദിക്കില്ല കേട്ടോ. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാദമിക്കലിയൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ BTech ആയിരുന്നു കേട്ടോ. BTech ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ പോലും ഞാൻ ഉറക്കൊഴിച്ച് പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ. അത് നമ്മുടെ ക്ലാസ് ടൈമിൽ പോലും ഞാൻ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. പിന്നെ എക്സാം എടുക്കുമ്പോഴേ പഠിക്കാറുള്ളൂ. എന്നാൽ പോലും ഞാൻ ഉറക്കൊഴിച്ചിട്ടൊന്നും പഠിക്കില്ല. രാവിലെ ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ രാത്രി ആണെങ്കിലും അങ്ങനെ ഉറക്കൊഴിച്ചൊന്നും പഠിക്കാറില്ല. പക്ഷേ ഇപ്പോൾ PSCയിലേക്ക് വന്നപ്പോൾ എനിക്ക് അതേപോലെ തന്നെ ഉറക്കൊഴിച്ച് പഠിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ എനിക്ക് പകലൊന്നും ഒരു ടൈം പോലും കിട്ടുന്നില്ല പഠിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഉറക്കൊഴിച്ച് പഠിക്കാതെ തന്നെ വേറെ വഴിയില്ലാത്ത അവസ്ഥയായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഇത്ര അടുത്തില്ലോ. അപ്പോൾ ഇനി ഞാൻ പകൽ ടൈം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പകൽ ഇപ്പോൾ ടൈം കിട്ടുന്നില്ല ഒട്ടും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓരോ കാര്യങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കവർ ചെയ്യുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണല്ലോ. അപ്പോൾ ഈ ഒരു പോർഷൻസ് തന്നെ ആദ്യം തീർക്കാൻ നേരത്തെ. അപ്പോൾ ഇത് ഞാൻ ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷം ഡിഗ്രി ലെവൽ സെക്കൻഡ് സ്റ്റേജാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ അതിനകത്ത് കുറച്ചൊക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ കറക്റ്റാണോന്നൊന്നും അത്ര ഇല്ല. പക്ഷെ അതൊന്നും ഇപ്പോൾ ഞാൻ മൈൻഡ് ആക്കാണ്ടാണ് കേട്ടോ ബാക്കി ഞാനിപ്പോൾ വായിച്ചിട്ട് ചെയ്യണത്. അപ്പോൾ പകലൊന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാത്രി ആകുമ്പോൾ എന്തായാലും ഉറക്കം വരും കേട്ടോ വേഗം തന്നെ. എനിക്ക് പകലും മോനെ ഉറങ്ങാൻ ടൈമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി പഠിക്കാനിരിക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ഉറക്കം വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല ആക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്ത് ചെയ്യണം. അപ്പോൾ തന്നെ ഞാനിപ്പോൾ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുന്ന കാരണം കുറച്ച് എൻ്റെ ഉറക്കമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പഠിത്തമൊക്കെ പോകുന്നത്. പിന്നെ PSC പഠിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടിയാനേനെ ഓർത്തുള്ള കുറ്റബോധമൊക്കെ ഉണ്ട് വരുന്നത്. പക്ഷേ നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. നമുക്ക് സമയമുള്ള ടൈമിൽ ചിലപ്പോൾ തോന്നില്ല അത് ചെയ്യാനായിട്ട്. പക്ഷെ സമയം ഇല്ലാതാകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ കളഞ്ഞ സമയത്ത് ഓർത്ത് വിഷമിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
2026 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ 2026 നമ്മുടെ LDC 2027 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ 2026 നടക്കുന്ന എക്സാമുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എനിക്ക് കിട്ടണേന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ. പിന്നെ അത് സ്റ്റഡി വ്ലോഗ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ. താങ്ക്